الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم لا إكراه في الدين قد تبين الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم الله ولي الذين آمنوا يخرجهم من الظلمات إلى النور والذين كفروا أولياؤهم الطاغوت يخرجونهم من النور إلى الظلمات أولئك أصحاب النار هم فيها خالدون صدق الله أيها الناس اتقوا الله അള്ളാഹുവിന്റെ വിധികളെയും വിലക്കുകളെയും സൂക്ഷ്മതയോടെ ജീവിതത്തിൽ പുലർത്തണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിന്റെ വഴിയിൽ നമ്മെ നയിക്കുകയും നമ്മുടെ യാത്രയുടെ പര്യവസാനം ഏറ്റവും ഉത്തമമായ ഒരു നിലയിലാക്കുകയും ചെയ്യുമാറാകട്ടെ. അവന്റെ ദൂതന്മാരിലൂടെ നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള ജീവിത പാഠങ്ങളെ അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ച് വിജയം വരിക്കുവാനും മറുലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതൊന്നുകൂടി ഓർക്കണം. സ്വാതന്ത്ര്യം എന്ന ആശയത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഡയോജനീസ് അലക്സാണ്ടറോട് പറഞ്ഞിട്ടുള്ളൊരു വർത്തമാനവും പറഞ്ഞു. എൻ്റെ സൂര്യന് മുമ്പിൽ നിങ്ങൾ വന്ന് നിൽക്കരുത്. വലിയൊരു അധികാരത്തോട് ജ്ഞാനിയായ ഡയോജനീസിന് അത്രേ പറയാനുള്ളൂ. എന്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് എന്തെങ്കിലും ഇയാളിൽ നിന്ന് വേണം എന്ന് ഡയോജനീസ് ആവശ്യപ്പെട്ടില്ല. മറിച്ച് എൻ്റെ സൂര്യനെ നിങ്ങൾ മറക്കരുത്. സൂര്യനെ നിങ്ങൾ മറക്കരുത് എന്ന് പറയുമ്പോൾ എൻ്റെ സ്വാതന്ത്ര്യത്തിന്, പ്രകൃതിയുമായുള്ള എൻ്റെ ബന്ധത്തിന് നിങ്ങൾ തടസ്സമുണ്ടാക്കരുത് എന്നാണ് പറയുന്നത്. ഇത് ആരോടും പറയാൻ സാധിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ അസ്ഹാബുൽ കഹ്ഫ് വസിച്ചിരുന്ന ഗുഹയിലേക്കുള്ള വെളിച്ചം എങ്ങനെയാണ് അതിൽ വെയിൽ തട്ടിയിരുന്നത് എന്നതിനെ കുറിച്ചുള്ള ഖുർആനിക വിവരണം അതിനോട് ചേർത്തുകൊണ്ട് പറഞ്ഞു. അവർ ഗുഹയിൽ തണലിലാണ്, വളരെ വിശാലമായ സ്ഥലത്താണ്. ഹും ഫീ ഫജ്വത്തിൻ മിൻഹു, ഗുഹക്കകത്ത് വളരെ വിശാലമായ ഒരു സ്ഥലത്താണ് അവർ കിടന്നിരുന്നത് എന്ന് പറയുന്നു. കണ്ടു നിൽക്കുന്നവർക്ക് അവർ ജാഗ്രതയോടെ ഉണർന്നിരിക്കുകയാണെന്ന് തോന്നത്തക്ക വിധത്തിൽ തിരിഞ്ഞും മറിഞ്ഞും കൊണ്ടിരിക്കുന്നു.
അവരെ വെയിൽ ശല്യപ്പെടുത്തുന്നില്ല, എന്നാൽ സൂര്യപ്രകാശം അവരെ തഴുകുന്നുണ്ട് താൻ. അപ്പം പൊതുവായിട്ട് പ്രകൃതിയുടേതായിട്ടുള്ള ഒരു സഹകരണം അവർക്ക് ലഭിക്കുന്നു എന്ന നിലക്ക് അവരെ സംരക്ഷിക്കുന്ന ഒരു കോസ്മിക് ഓർഡർ പ്രവർത്തിക്കുന്നു എന്ന നിലക്കാണ് നമ്മൾ കണ്ടത്. എന്തെന്നാൽ അവർ മനുഷ്യനിർമ്മിതമായ ഒരു അധികാരക്രമത്തിന്റെ ഒപ്രഷനിൽ നിന്ന്, അതിന്റെ മർദ്ദനത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് ദൈവിക ക്രമത്തിന്റെ സംരക്ഷണയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. അവരുടെ ഗുഹയിലേക്കുള്ള പ്രവേശം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമോ നിഷ്ക്രിയരായിരിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹമോ ഒന്നുമല്ല, മറിച്ച് അവർ കൂടുതൽ ഊർജ്ജസ്വലരാവാൻ വേണ്ടിയാണ് പുറപ്പെട്ടത്. സംഭവം വളരെ വസ്തുനിഷ്ഠമായിട്ട് വായിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല ഉണ്ടായതെന്ന് നമുക്ക് തോന്നാം. പക്ഷെ വിശുദ്ധ ഖുർആൻ വിവരിക്കുന്ന ചരിത്ര സംഭവങ്ങളുടെ ആഴത്തിലേക്ക് നമ്മൾ ചെല്ലണം. അവരൊരു സംരക്ഷണയിലേക്ക് പ്രവേശിക്കുകയാണ്, ദൈവിക ക്രമത്തിന്റെ സംരക്ഷണയിലേക്ക്, ഒരു കോസ്മിക് ഓർഡറിന്റെ സംരക്ഷണയിലേക്ക്. സ്വാഭാവികമായും ഈ ഒരു സംരക്ഷണം അത് ഏത് അമ്രിൽ നിന്നാണോ വരുന്നത്, അലാ ലഹുൽ ഖൽഖു വൽ അമ്ർ എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. അള്ളാഹുവിൻ്റെതാണ് സൃഷ്ടിപ്പ്, അവൻ്റേത് തന്നെയാണ് അമ്ർ. അവൻ നിശ്ചയിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതക്രമം. ആ ഒരു ക്രമം എത്രമാത്രം സേഫാണ്, എത്രമാത്രം സെക്യൂറാണ്, അതോടൊപ്പം തന്നെ അത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ എങ്ങനെയാണ് നിർവചിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച വലിയ പാഠങ്ങളിലേക്കാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ഉണർവും ഉറക്കവും, വീണ്ടുമുള്ള ഉണർവും നമ്മളെ നയിക്കുന്നത് എന്നാണ് നമ്മൾ കണ്ടത്. സ്വാഭാവികമായും അവിടെ സ്വാതന്ത്ര്യത്തിന്റെ ഡെഫിനിഷൻ വരുന്നുണ്ട്. അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ ദസ്യൂസിന്റെ ഭരണത്തിന് കീഴിൽ അവിടെ നിന്ന് അവരുടെ പൊളിറ്റിക്കൽ ഫ്രീഡം തന്നെയാണ് അവരാഗ്രഹിച്ചതെന്ന് കാണണം. പക്ഷെ ഈ പൊളിറ്റിക്കൽ ഫ്രീഡം എന്ന് പറയുമ്പോൾ സ്വന്തം ബോധ്യങ്ങൾ പുലർത്താനുള്ള സ്വാതന്ത്ര്യമാണ്, ആ ബോധ്യത്തിന്റെ ആധാരത്തിലുള്ള മൂല്യങ്ങൾ പാലിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്, ആ മൂല്യങ്ങളെ നിലനിർത്തുന്ന ആചാരങ്ങളെയും നിയമങ്ങളെയും പുലർത്താനുള്ള, അതനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ്. അവിടെ അത് അധികാരിയുടെ സോവർണിറ്റിയെ കോസ്മോളജിക്കൽ സോവർണിറ്റി കൊണ്ട് ക്യാൻസൽ ചെയ്യുന്നതായിട്ടാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദീകരിച്ചത്. അതായത് അന റബ്ബുക്കുമുൽ അഅല എന്ന് ഫിറഔൻ പറയുമ്പോൾ അസ്ഹാബുൽ കഹ്ഫ് പറയുന്നത് റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് എന്നാണ്. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് എല്ലാത്തിൻ്റെയും അതോറിറ്റി എന്ന് ഫിറഔൻ പ്രഖ്യാപിക്കുമ്പോൾ ഇവരതിൻ്റെ ബദലായിട്ട്, രണ്ടും രണ്ട് കാലത്താണെങ്കിലും ഒരുപക്ഷെ അതിൻ്റെ പ്രതിധ്വനി എന്നോണം അസ്ഹാബുൽ കഹ്ഫ് പ്രഖ്യാപിക്കുന്നത് അങ്ങനെയല്ല, റബ്ബുന റബ്ബുസ് സമാവാതി വൽ അർദ്. സ്വാഭാവികമായിട്ടും ഇതൊരു തിയോളജിക്കൽ ഡിസഗ്രിമെന്റ്, ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു വിയോജിപ്പ് മാത്രമല്ല, മറിച്ച് അത് വളരെ കൃത്യമായിട്ട് സോവർണിറ്റിയെ സംബന്ധിച്ചുള്ള രണ്ട് തിയറികളാണ്, അധികാരത്തെക്കുറിച്ചുള്ള രണ്ട് തിയറികളാണ്. ആ അർത്ഥത്തിൽ തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ ബലപ്രയോഗം നടത്തേണ്ടതില്ല. ദീൻ അള്ളാഹുവിൻ്റെതാണെങ്കിലും മുഅ്മിനുകളുടെ സമൂഹം അല്ലെങ്കിൽ ഖൈറു ഉമ്മ ഭൂമിയിൽ നടപ്പിലാക്കേണ്ട ഒരു സാധനമാണല്ലോ അത്. ഇത് നടപ്പിലാക്കുന്നിടത്ത് നിലവിലുള്ള അധികാരക്രമങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റൊരു അധികാര സ്ഥാനമായിട്ട് മാറാൻ പാടില്ല. അതോറിറ്റിയെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ വേറൊരു അതോറിറ്റി ആയിട്ട് മാറരുത്. ഇതാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് ലാ ഇക്റാഹ ഫിദ്ദീൻ, ആരുടെ കാര്യത്തിലും ഒരു നിർബന്ധവും പാടില്ല. സംഗതി ഇത്രയേ ഉള്ളൂ, ഖത്തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, ഏതാണോ ഫോൾസ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യം അതിൽ നിന്ന് ശരിയായിട്ടുള്ള കാര്യം വേർപെട്ട് കഴിഞ്ഞല്ലോ. ആ ഒരു വേർപെടൽ ചിന്തിക്കുന്നവർക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നതാണ്. ആ ഒരു വേർപെടലിനെ, ആ ഒരു വിവേചനത്തെ വളരെ കൃത്യമായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്നാണ് ഇവിടെ ഖുർആൻ പ്രഖ്യാപിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇനി അങ്ങനെയൊക്കെ ആയിരിക്കെ തന്നെ വമൈ യക്ഫുർ ബില്ലാ വമൈ യുഅ്മിൻ, ആരാണ് ത്വാഗൂത്തിനെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ അവിശ്വസിക്കുകയോ അല്ലെങ്കിൽ തള്ളിക്കളയുകയോ ചെയ്യുന്നത്, അവന്റെ കാര്യം വളരെ മോശമാണ്, നിന്ദ്യമാണ് എന്ന് ഖുർആൻ പറയുന്നു.
എന്നാൽ അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് ത്വാഗൂത്തിനെ തള്ളുന്നവൻ അവൻ ഫഖദിസ്തംസക ബിൽ ഉർവത്തുൽ ഉസ്ക, അവൻ വളരെ ഭദ്രമായിട്ടുള്ള പൊട്ടിപ്പോകാത്ത ഒരു കയറിൽ തന്നെ ബന്ധിക്കുകയാണ്, അല്ലെങ്കിൽ ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സ്വയം ചെയ്യുന്നതാണ്. അവിടെ അവൻ്റേതായിട്ടുള്ള തീരുമാനമാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. അതൊരിക്കലും തന്നെ പൊട്ടിപ്പോവുകയില്ല. മാത്രവുമല്ല, അത് ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജൂനഹും മിനൽ ളുലുമാതി ഇലൻ നൂർ യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ. അല്ലാഹു മുഅ്മിനുകളുടെ വലിയാണ്, അവരെ ഇരുട്ടുകളിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകും. അതേസമയം വല്ലദീന കഫറു ഔലിയാഉഹു ത്വാഗൂത്ത്, നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയില്ല എന്നല്ല അർത്ഥം. അവർക്ക് ധാരാളം വലിയുകളുണ്ട്. അത് ത്വാഗൂത്താണ്, അഥവാ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ശക്തികളാണ്. ഭൂമിയിൽ അധികാരം ഏറ്റെടുത്തിരിക്കുന്ന ശക്തികളാണ്. ജീവിതത്തെ നിയന്ത്രിക്കാൻ തങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് കരുതുന്നവരാണ്. ആ ആളുകൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവരെ അംഗീകരിക്കുന്ന, അവർക്ക് ദാസ്യം അംഗീകരിച്ചിരിക്കുന്ന മനുഷ്യരെ യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത്, നേരെ തിരിച്ച് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പലപ്പോഴും പ്രവാചകന്മാരുടെ പ്രബോധനം വരുമ്പോൾ മറുഭാഗത്ത് ഭൂമിയിൽ നിലനിൽക്കുന്ന വ്യാജമായ അധികാരങ്ങളെ ഖുർആൻ പരാമർശിക്കാതിരിക്കുന്നില്ല എന്നുള്ളതാണ്. കേവലം വിഗ്രഹങ്ങൾ മാത്രമല്ല അവിടെ വരുന്നത്. തീർച്ചയായിട്ടും അവിടെ ഇത്തരം ശക്തികൾ കൂടി കടന്നു വരുന്നു എന്നുള്ളത് വെറുതെ അല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഖത്തബയ്യന റുശ്ദു മിനൽ ഗയ്യ് എന്ന് പറയുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സോവർണിറ്റിയെ കുറിച്ചുള്ള, പരമാധികാരത്തെക്കുറിച്ചുള്ള രണ്ട് തിയറികളാണ് എന്ന് തന്നെ കാണും. അങ്ങനെ വരുമ്പോൾ അള്ളാഹുവുമായിട്ട് നമുക്കൊരു ബന്ധം, അതിൽ നിന്നുണ്ടാകുന്ന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വാതന്ത്ര്യബോധം. ഇവിടെ സ്വാതന്ത്ര്യത്തിന്റെ കുറേയൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വശം കൂടി കാണേണ്ടതുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഫ്രം മാത്രമല്ല ഫോർ ആയിട്ടും കാണുന്നതാണ്. എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നത് മാത്രമല്ല, എന്തിനു വേണ്ടി, ഇതൊരു പ്രധാന വിഷയമാണ്. എന്തിനു വേണ്ടി എന്നതിൽ നമുക്ക് കൃത്യമായൊരു നിലപാടില്ലെങ്കിൽ, എന്തിൽ നിന്നെങ്കിലും നമ്മൾ സ്വതന്ത്രരായി കഴിഞ്ഞാൽ, എന്തിൽ നിന്നാണോ സ്വതന്ത്രരായത് അതായിട്ട് നമ്മൾ മാറുന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഏത് അതോറിറ്റിയിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാകുന്നോ പകരം നമ്മളൊരു അതോറിറ്റി ആയിട്ട് മാറും. കാരണം നമുക്ക് ലക്ഷ്യബോധമില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അവിടെ ഫ്രം എന്നത് മാത്രമല്ല ഫോർ എന്നത് വളരെ പ്രധാനമാണ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചയിൽ ദുരധികാരങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, തിറണിയിൽ നിന്നല്ല, ഫ്രം എന്ന് പറയുമ്പോൾ അതിന്റെ ലിസ്റ്റിൽ വരുന്ന അതൊക്കെയാണ്. അതുപോലെ തന്നെ ബലപ്രയോഗത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അതുപോലെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന വിശ്വാസങ്ങളിൽ നിന്നും നിയമങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഏകപക്ഷീയമായിട്ടുള്ള അധികാരത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, സ്വേച്ഛാധികാരത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ അതിൽ പെടുന്നു. എന്നാൽ ഇതിൽ നിന്നെല്ലാം മനുഷ്യൻ സ്വതന്ത്രനാകുന്നത് എന്തിനു വേണ്ടിയാണ്? ഫോർ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ അതിൽ വളരെ കൃത്യമായിട്ടുള്ള മൂല്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. സത്യത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം ഒന്നാമത്തെ അതാണ്, സത്യത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം. അസ്ഹാബുൽ കഹ്ഫ് കൊതിച്ചത് അതാണ്. ദസിയൂസിന്റെ അധികാര വ്യവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ അത് സത്യത്തിന് വേണ്ടിയാണ്, വെറുതെ അങ്ങോട്ട് പോവല്ല. തോന്നിയവാസം ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല. അത് മാത്രമാണെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്താനുള്ള എല്ലാ ഉപായങ്ങളും അടവുകളും അധികാരത്തിന്റെ കയ്യിലുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതല്ല പ്രശ്നം, മറിച്ച് സത്യത്തിന് വേണ്ടി ഉള്ള സ്വാതന്ത്ര്യം. രണ്ടാമത് മോറൽ റെസ്പോൺസിബിലിറ്റി, ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം. അങ്ങനെ നിറവേറ്റിയെങ്കിൽ മാത്രമേ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായിട്ട് നമ്മൾ മാറുള്ളൂ. അതിന് സ്വാതന്ത്ര്യം വേണം. മൂന്നാമതായിട്ട് നമ്മുടെ കോൺഷ്യൻസ്, നമ്മുടെ മനസ്സാക്ഷിക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം. നമ്മുടെ മനസ്സാക്ഷി, നഫ്സുൽ ലവ്വാമ എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ, നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ തന്നെ വിലയിരുത്തും. അതിനുള്ളൊരു മെക്കാനിസം അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ഫിത്രയുടെ ഭാഗമാണത്. അതിനെ അവഗണിച്ച് ശീലമായി കഴിയുമ്പോൾ പിന്നെ അത് മിണ്ടാതാവുന്നേ ഉള്ളൂ. അന്തരംഗം മന്ത്രിച്ചു എന്നൊക്കെ നമ്മൾ സാഹിത്യത്തിൽ വായിക്കാറുണ്ടല്ലോ. അന്തരംഗം മന്ത്രിച്ചു. അന്തരംഗം എന്താണ് മന്ത്രിക്കുക? ഒരു സംഗതിയിൽ നമ്മൾ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്.
നമ്മൾ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ആ നിയന്ത്രണത്തെ നമ്മൾ പരിഗണിക്കുന്നില്ലെങ്കിലോ പിന്നെ അവസാനം ആ മെക്കാനിസം പ്രവർത്തിക്കാതാവും. അത് ഏത് കാര്യത്തിലും അങ്ങനെയാണ്. മനുഷ്യന്റെ മനസ്സ്, ശരീരം എന്നിവയിൽ ഒരുപാട് ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രവർത്തിക്കാതെ വെക്കുന്ന ഏതൊരു യന്ത്രവും തുരുമ്പെടുക്കുന്നത് പോലെ തന്നെയാണ് മനുഷ്യന്റെ എല്ലാ ഘടകങ്ങളും എന്ന് തിരിച്ചറിയേണ്ടതാണ്. അപ്പൊ മനുഷ്യന്റെ മനസാക്ഷി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യം, വീണ്ടും അള്ളാഹുവിന്, ഇതെല്ലാം കൂടി ചേരുമ്പോൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യം, അതോടൊപ്പം തന്നെ ഇബാദത്ത് എന്ന് പറയുമ്പോൾ നീതി പാലിക്കലും കൂടിയാണ്, ജസ്റ്റിസിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ ഇവിടെ ഫ്രീഡം ഫ്രം എന്നത് മാത്രമല്ല, ഫ്രീഡം ഫോർ എന്നത്. എന്തിനു വേണ്ടി അസ്ഹാബുൽ കഹ്ഫ് ഇറങ്ങി പുറപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഇതിൽ നിന്ന് പോകാൻ വേണ്ടി മാത്രമല്ല, അവർക്ക് എത്താനൊരു സ്ഥലമുണ്ട്. അവർക്ക് എത്താനൊരു സ്ഥലമുണ്ട്. അവിടേക്ക് ഓരോരുത്തരുടെ യാത്ര അത് വളരെ പ്രധാനമാണല്ലോ. ചിലപ്പോൾ ചിലര് സ്വന്തം അധർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും പോവുക. അതിന് കൃത്യമായ ലക്ഷ്യബോധം ഇല്ലെങ്കിൽ അതിനേക്കാളും വലിയ അധർമ്മങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്യും. ഇങ്ങനെയും സംഭവിക്കാൻ. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പല രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ആശയമാണ്, ഈ 100 പേരെ കൊന്നിട്ടുള്ള ഒരു മനുഷ്യന്റെ കഥ പറയുന്നുണ്ടല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കഥയെ വളരെ സോഷ്യോളജിക്കലായിട്ടും മനഃശാസ്ത്രപരമായിട്ടും ഒക്കെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന, ചെറിയ ചെറിയ ഘടകങ്ങളാക്കി തിരിച്ചിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കഥയാണത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കഥയനുസരിച്ച് അതിന്റെ വിശദാംശങ്ങൾ അങ്ങോട്ട് വിടാം. എന്തായാലും അയാൾ 100 പേരെ കൊന്നു. അയാൾ വലിയൊരു കൊള്ളക്കാരനായിരുന്നു. അയാൾ അത്രയും പാപത്തിലാണ് ജീവിച്ചത്. ആളുകളെ കൊല്ലുന്നതിൽ അയാൾക്ക് ഒരു പ്രയാസവും ആദ്യം അനുഭവപ്പെട്ടിരുന്നില്ല. പക്ഷെ അപ്പോഴും ഈ കോൺഷ്യൻസ് എന്ന് പറയുന്ന ഒരു സാധനം അയാളുടെ ഉള്ളിലുണ്ടല്ലോ. അത് വളർന്ന് വളർന്ന് വലുതാവുകയാണ് ചെയ്തത്. എന്തോ അയാളുടെ നന്മ കാരണം അത് കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള ഗിൽറ്റ് ഉണ്ടാവുന്നത്, വലിയൊരു പാപബോധം, ഒരു കുറ്റബോധം. ആ കുറ്റബോധത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ജ്ഞാനിയായ ഒരാളുടെ സമീപത്ത്, പണ്ഡിതനായ ഒരാളെ നേരത്തെ അയാൾ സമീപിച്ചിട്ടുണ്ട്, ഒരു സ്കോളറെ അയാൾ നേരത്തെ സമീപിച്ചിട്ടുണ്ട്. സ്കോളറെ നെഗറ്റീവായിട്ടാണ് സംസാരിച്ചത്. കാരണം ഈ സ്കോളറെ സംബന്ധിച്ചിടത്തോളം ഹിദായത്തിലായ മനുഷ്യനാണ്. പക്ഷെ അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ച് അള്ളാഹ് പറയുന്നത് വസിദ്നാഹും ഹുദാ, അത് വികസ്വരമാണ്, അതങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കും. സ്കോളറെ സംബന്ധിച്ചിടത്തോളം അത് തീർന്നു എന്ന് വിചാരിക്കുന്ന ആളാണ്. എഴുതപ്പെട്ടതെല്ലാം അയാൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ എഴുതപ്പെട്ട അക്ഷരങ്ങളുടെ മുകളിൽ നിന്നുകൊണ്ട് അയാൾ ചിലപ്പോൾ വിധി പ്രസ്താവം നടത്തും. അത് വിധിയായിരിക്കും. അങ്ങനെ അയാൾ അങ്ങോട്ട് വിധിച്ചു, നിങ്ങൾക്കിന് രക്ഷയില്ല. ആ സ്കോളറെ തട്ടിക്കളഞ്ഞിട്ടാണ് അയാൾ 100 പൂർത്തിയാക്കിയത് എന്നും ആ കഥയിൽ പറയുന്നുണ്ട്. ഇതൊരു വിചിത്രമായ എന്നാൽ വളരെ അത്ഭുതകരമായ പാഠങ്ങളുള്ള കഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ എങ്ങനെയാണ് നന്നാവുന്നത്, അയാൾ നന്നാവുന്നത് എന്തിനു വേണ്ടിയാണ്, ഇതാണ് പറയുന്നത്. അങ്ങനെ അവസാനം അയാൾ ഒരു ജ്ഞാനിയുടെ അടുത്തേക്കാണ് പോകുന്നത്. പണ്ഡിതനെ കൊന്നു കളഞ്ഞിട്ട് അയാൾ ജ്ഞാനിയുടെ അടുത്തേക്കാണ് പോകുന്നത്. അയാൾക്ക് പിന്നെയും സഹിക്കാൻ പറ്റുന്നില്ല അയാളുടെ ഗിൽറ്റ്. അയാൾ വളരെ അസ്വസ്ഥനായിത്തീരുന്നു. അങ്ങനെ ഒരു ജ്ഞാനിയുടെ അടുത്തേക്ക് പോകുന്നു. ജ്ഞാനി പറയുന്നത് ഇത് വളരെ പ്രതീകാത്മകമാണ്. നിങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നിങ്ങൾ ഈ അധർമ്മത്തിന് വീണ്ടും പ്രേരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ പോയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. നിങ്ങൾക്ക് തൗബയുണ്ട്. നിങ്ങളുടെ തൗബ എന്ന് പറഞ്ഞാൽ ആ വഴിക്കുള്ള മടക്കമാണ്. ഇത് കേട്ട മാത്രയിൽ അയാൾ ഓടിയതായിട്ടാണ് പറയുന്നത്. ഒരു മനുഷ്യൻ അയാളുടെ വിജയത്തിലേക്ക്, പൂർണ്ണതയിലേക്ക്, അയാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഓടുക. അപ്പൊ ഇവിടെ അയാൾക്ക് വളരെ കൃത്യമായിട്ടൊരു ഡെസ്റ്റിനേഷൻ നിശ്ചയിച്ചു കൊടുക്കുന്നു. അതിലേക്ക് പക്ഷേ ഓടാൻ പറയുന്നത് അയാളോട് തന്നെയാണ്. വേറെ ആരെങ്കിലും അയാൾ അവിടെ കൊണ്ടെത്തിക്കുകയല്ല ചെയ്യുന്നത്. യാദൃച്ഛികമായിട്ട് അവിടെ എത്തും, പടച്ചോൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് കുത്തിയിരിക്കാനും അല്ല പറയുന്നത്. നിങ്ങൾ ഇപ്പൊ തന്നെ പുറപ്പെടുക. നിങ്ങൾ പണിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ലക്ഷ്യം കിട്ടുകയുള്ളൂ, കരഗതമാവുകയുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ അതിനുവേണ്ടി അധ്വാനിക്കണം. അങ്ങനെ ആ ഡെസ്റ്റിനേഷൻ, അയാളുടെ ആ ഒരു ലക്ഷ്യസ്ഥാനം, അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞുകൊണ്ട് അയാൾ ഓടുന്നു. എന്നാൽ ഓടിയ വഴിക്ക് വീണ് മരിച്ചാലോ? ഓടിയ വഴിക്ക് വീണ് മരിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഥ തുടർന്നു പറയുന്നു. ആ പറയുന്നത് എന്താ? അയാൾ സ്വർഗത്തിൽ സ്വീകാര്യനാവുന്നതായിട്ടാണ്. മലക്കുകൾ തമ്മിൽ തർക്കിച്ചതായിട്ടൊക്കെ പറയുന്നത്. ആ മലക്കുകൾ തമ്മിലുള്ള തർക്കം ഇവിടുത്തെ സാധാരണക്കാരുടെ അഭിപ്രായങ്ങളായിട്ട് പരിഗണിക്കും. കുറെ ആളുകൾ പറയും ഇയാൾ 100 ആളുകളെ കൊന്ന മനുഷ്യനാണ്, ഇയാളൊക്കെ നരകത്തിൽ തന്നെ ആയിരിക്കുമല്ലോ. നമുക്കുള്ള ശീലമാണ് അതൊക്കെ, നമ്മൾ തീരുമാനിച്ചാണ്. വേറെ കുറെ ആളുകൾ പറയും അങ്ങനല്ല, അയാൾ തൗബക്ക് വേണ്ടി ഓടിയതല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ടും ആ പശ്ചാത്താപം പടച്ചോൻ കാണാതിരിക്കില്ല
എന്ന് വേറെ ചിലർ അഭിപ്രായം പറയുന്നു. ഇത് മലക്കുകൾ തമ്മിലുള്ള ഒരു ആശയ സംവാദമായിട്ടാണ് ആ കഥയിൽ ചിത്രീകരിക്കുന്നത്. അങ്ങനെ അവസാനം ഒരു മലക്ക് അവർക്കിടയിലേക്ക് വരുന്നു. എന്നിട്ട് സ്ഥലം വളർന്നു നോക്കാനാണ്. പുറപ്പെട്ട സ്ഥലത്തിന് അടുത്താണ് അയാളെങ്കിൽ അയാൾ വല്ലാതെ ഒന്നും മെനക്കെട്ടിട്ടില്ല എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പോഴയാൾ നരകത്തിലേക്ക് പോകും. എന്നാൽ സ്വർഗവും നരകമൊക്കെ തീരുമാനിക്കാൻ അള്ളാഹ്ക്ക് മാത്രമാണ് അധികാരം. ആയതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ സംഭവം എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമായിട്ട് ഒരു ചരിത്ര സംഭവമായിട്ട് പരിഗണിക്കേണ്ടതില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. അതൊരു പാരബിളാണ്, വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പാരബിൾ. അപ്പോൾ എന്നിട്ട് ഈ മലക്ക് പറഞ്ഞത്, ഇയാൾക്ക് എത്തേണ്ട സ്ഥലമാണ് അടുത്തെങ്കിൽ അയാൾ തൗബയോട് അത്രയും അടുത്തിട്ടുണ്ട്, അതുകൊണ്ട് റഹ്മത്തിന്റെ മലക്കുകൾക്ക് അയാളെ കൊണ്ടുപോകാം. പക്ഷെ ഇവിടെ വേറൊന്നുകൂടി പ്രവാചകൻ പറയുന്നുണ്ട്. അളന്നു നോക്കാൻ അവർ ശ്രമിച്ചപ്പോൾ ഇയാൾക്ക് എത്തേണ്ട സ്ഥലവും ഇയാൾ കിടക്കുന്ന സ്ഥലവും തമ്മിലുള്ള ദൂരം അള്ളാഹ് അങ്ങോട്ട് കുറച്ചു കളഞ്ഞു. അള്ളാഹു ഈ കോസ്മിക് ഓർഡർ എന്നൊക്കെ പറയുമ്പോൾ പ്രാപഞ്ചികമായ ഒരു ക്രമമാണല്ലോ. ഇത് അള്ളാഹിന്റെ കയ്യിലാണ്. അവിടെ വേണേ ചിലപ്പോൾ പലതും സംഭവിക്കും. മൊയ്ജിസാത്തൊക്കെ ആയിട്ട് നമ്മൾ പറയുന്നത് അങ്ങനെയാണല്ലോ. തീയുടെ ധർമ്മം കത്തിക്കുക എന്നുള്ളതാണ്. ആ തീ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ കത്തിക്കാതിരുന്നത് അള്ളാഹ് എങ്ങനെയാണ് കൽപ്പിച്ചത്? അതിനോട് സ്ഥിരമായി കത്തിക്കണം എന്ന് തീയോട് പറഞ്ഞതും പടച്ചോൻ തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചെറിയൊരു ഒരു തെറ്റിക്കൽ, ഇതുപോലെ പലതും സംഭവിക്കാം. അങ്ങനെ ആ ദൂരം കുറഞ്ഞു, അയാൾ വളരെ അടുത്താണെന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ അയാൾ ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഓടുകയാണ്. ഇതുപോലെ സ്വാതന്ത്ര്യത്തിലേക്ക് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അസ്ഹാബുൽ കഹ്ഫിന്റെ സഞ്ചാരം വെറുതെ ഒന്നിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതല്ല, മറിച്ച് എവിടെ എത്തണം എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ തിരിച്ചറിവാണ്. ആ ഒരു ബോധ്യമാണ് സ്വാതന്ത്ര്യത്തെയും അതിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളെയും ഒക്കെ അർത്ഥവത്താക്കി തീർക്കുന്നത് എന്നുകൂടി തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയുമ്പോൾ അതിന്റെ വിവിധങ്ങളായിട്ടുള്ള മാനങ്ങളിലേക്ക് പോവുകയാണ്. അതിൽ തന്നെയും ആ പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനൊരു ലിംഗ്വിസ്റ്റിക് ഒബ്സർവേഷൻ സാധ്യമാണ്. ഭാഷാപരമായിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അവരെ പരിചയപ്പെടുത്തുകയാണ്. എന്താണ് പരിചയപ്പെടുന്നത്? അമ്മ അസിബത്ത് അന്ന അസ്ഹാബുൽ കഹ്ഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബ എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നത് ഇത് അവൽ ഫിത്യ, ഗുഹയിൽ പ്രവേശിച്ചിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാരാണ്, അവരുടെ കഥ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് ശരിക്കും അവരെ പരിചയപ്പെടുത്തുന്നിടത്ത് ഇന്നഹും ഫിത്യ, അവരൊരു കൂട്ടം ചെറുപ്പക്കാരാണ്, അഥവാ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടമാണ്. ഇവിടെ യൂത്ത് എന്ന് പറയുന്ന ഒരു ആശയത്തെ വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. എന്താണ് ഫിത്യ എന്നതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഉദ്ദേശിക്കുന്നത് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ എന്തായാലും അവരൊരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു, അഥവാ ചെറുപ്പക്കാരുടെ സമൂഹമായിരുന്നു. ചെറുപ്പക്കാരുടെ ഒരു സമൂഹമായിരുന്നു, വളരെ കുറച്ചായിരുന്നു. ഫിത്യ എന്ന് അറബിയിൽ പറയുമ്പോൾ സാധാരണ പറയാ ഈ ചെറിയ ബഹുവചനമാണ്. ചെറിയ ബഹുവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചാളുകളുള്ള ഒരു പ്ലൂരൽ. അറബിയിൽ ഇങ്ങനെ ചില പ്രയോഗങ്ങൾ. അപ്പൊ കുറച്ചാളുകളുള്ള ഒരു പ്ലൂരൽ. കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറത്തൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. പലപ്പോഴും പല പരിവർത്തനങ്ങളും ഉണ്ടാക്കുന്നത് കുറച്ചാളുകൾ. ഈ കുറച്ചാളുകളുടെ കൂട്ടത്തിൽ പെടുക എന്ന് പറഞ്ഞാൽ ചെറിയ സൗഭാഗ്യമല്ല എന്ന് തിരിച്ചറിയണം. അവരാണ് ജീവിതത്തിൽ ചലനമുണ്ടാക്കുന്നത്, അവരാണ് ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഇന്നഹും ഫിത്യത്തുൻ, ചെറുപ്പക്കാരുടെ ഒരു കൂട്ടമായിരുന്നു. അവർ അംഗീകരിച്ചു. രണ്ടാമത്തതായിട്ട് ആമനൂ ബി റബ്ബിഹിം എന്ന് പറഞ്ഞാൽ അവരംഗീകരിച്ചു. അവരേതെങ്കിലും ഒന്നിനെ അന്ധമായി പിന്തുടരുകയല്ല ചെയ്തത്, മറിച്ച് അവർ അംഗീകരിച്ചു. കർത്താക്കൾ അവര് തന്നെയാണ്. വീണ്ടും ആ അംഗീകരിച്ചതോടുകൂടി അവരുടെ ധാർമ്മിക ബോധത്തിന് വികാസമുണ്ടാകുന്നു. വസിദ്നാഹും ഹുദ. ഒരു മതത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ചുരുങ്ങലാണ്. അത് പറഞ്ഞിരുന്നു നമ്മൾ. ഒരു മതത്തിലേക്ക് പ്രവേശിക്കുക, കേവലം ഒരു മതഘടനയിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ചെറുതാവലാണ്. പക്ഷെ പടച്ചോൻ പറയുന്നത് അവരുടെ ആ ധാർമ്മിക ബോധം വലുതാക്കിയതാണ്, അതങ്ങോട്ട് വികസിച്ചു. വീണ്ടും നാലാമതായിട്ട് പറയുന്നത് അവർക്ക് നിശ്ചയദാർഢ്യം കൈവരികയാണ്. അവർക്ക് നിശ്ചയദാർഢ്യം കൈവരികയാണ്. അതാണ് വറബത്നാ ഖുലൂബിഹിം. പക്ഷെ എപ്പോഴാണ് അവർക്ക് നിശ്ചയദാർഢ്യം കൈവന്നത്? അവർ ഉറച്ചു നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഇത് കാമു, അവർ ഉറച്ചു നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർക്ക് നിശ്ചയദാർഢ്യം അത് കൈവന്നത് എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ ഇങ്ങനൊരു ക്രമമായിട്ടാണ് നമ്മളത് അവിടെ യഥാർത്ഥത്തിൽ ഒരു എത്തിക്കൽ ഫോർമേഷൻ സീക്വൻസ് എന്നൊക്കെ പറയാവുന്ന ഒരു ക്രമമാണ് രൂപപ്പെടുന്നത് എന്ന് കാണാൻ സാധിക്കും. യൂത്താണ്,
അവർ ഈമാൻ സ്വീകരിക്കുന്നു, കൈക്കൊള്ളുന്നു, സ്വയം മനസ്സിലാക്കുന്നു, അംഗീകരിക്കുന്നു. അങ്ങനെ അവർക്ക് കൃത്യമായ ഗൈഡൻസ്, വെളിച്ചം കിട്ടുന്നു. അതോടുകൂടി ഇന്നർ ആങ്കറിങ്, അവരുടെ ആന്തരികമായിട്ടുള്ള സ്ഥിരത അതൊന്ന് സംഭവിക്കുന്നു. അവർ സ്റ്റാൻഡിങ്, എഴുന്നേറ്റ് നിൽക്കുന്നു. ഈ ഒരു രൂപത്തിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇങ്ങനെ വലിയ ഒരു നമുക്ക് അത് ഒരുപാട് വികസിപ്പിക്കാവുന്ന ആശയങ്ങൾ, പദങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അവരുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ അവരുടെ യാത്ര തുടങ്ങി. ഇൻഷാ അല്ലാഹ് അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. പരിവർത്തനം ഉണ്ടാക്കിയിട്ടുള്ള, അള്ളാഹുവിന്റെ മാർഗത്തിൽ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള എല്ലാവരുടെയും ജീവിതം നമുക്ക് വലിയ പാഠങ്ങളാവേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.